ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു ദീപാവലിക്ക് ആളിക്കത്താനായി 3 ചിത്രങ്ങളാണ് തമിഴിൽ നിന്ന് ഇന്ന് റിലീസിന് വന്നിരിക്കുന്നത്. ഡ്യൂഡും ബൈസണും ഡീസലും. ഈ ചിത്രങ്ങളുടെ റിവ്യൂവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിന് മുന്നോടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. അവിടെ നമുക്ക് സിനിമയുടെ റിവ്യൂയിലേക്ക് വരാം. ആദ്യം ഡ്യൂഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ കടന്നു വരാം. ഡ്യൂഡ് എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുന്നു. തമിഴ് റൊമാൻറ്റിക് കോമഡി എന്നുള്ള ആ ഒരു പാറ്റേണിലാണ് സിനിമ വന്നിരിക്കുന്നത്. മൈത്രി മൂവീസാണ് സിനിമയുടെ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ നായകൻ പ്രദീപ് രംഗനാഥനും മമിത ബൈജുവുമാണ് ലീഡ് റോൾസിൽ തന്നെ വന്നിരിക്കുന്നത്. ഇതുകൂടാതെ ശരത് കുമാറിനും നേഹ ഷെട്ടിയും ഋതുവും ഹരുണും രോഹിണിയുമൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ അത്യാവശ്യം നല്ല ഒരു റിവ്യൂസ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നതെങ്കിലും വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് അത്ര മികച്ച ഒരു അഭിപ്രായങ്ങളല്ല. എന്നിരുന്നാലും സിനിമ ഒരു ആവറേജ് അല്ലെങ്കിൽ ജസ്റ്റ് എബോവ് ആവറേജ് എന്നുള്ള ലെവലിലാണ് വന്നിരിക്കുന്നത്. അതിനകത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. ഫസ്റ്റ് ഹാഫ് എൻഗേജിങ് ആണ് എന്ന് തന്നെയാണ് വെരി ഗുഡ് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു അത്ര പിടിക്കാത്ത കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഏറിയ പങ്കും കമൻസുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. റൺ ടൈമും ഒരു പ്രശ്നമാണ്. അതുകൂടാതെ പ്രദീപ് ആൻഡ് സായി അഭ്യങ്കർ അവരുടെ രണ്ടുപേരുടെയും അഭിനയം അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയുന്നത്. ഇതിനകത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പറയുന്നത് വേറെ ഒന്നുമല്ല, പ്രദീപ് ഒറ്റയ്ക്ക് തന്നെ ഈ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ്. പ്രദീപ് സിംഗിൾ ഹാൻഡ്ലി ക്യാരിയസ് ദ മൂവി വിത്ത് ഹിസ് സ്വാഗ് ആൻഡ് സ്ട്രോങ് പെർഫോമൻസ് എന്ന് തന്നെയാണ് എല്ലായിടത്തു നിന്നും വരുന്ന ആ ഒരു അഭിപ്രായം. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്ന് തന്നെയാണ് ഈ സിനിമയ്ക്കുള്ള ഏറ്റവും വലിയ വിശേഷണവും. അതുമാത്രമല്ല സിനിമ ഒരു ഇതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ടേക്കുന്ന പ്രദീപിൻ്റെ സിനിമകൾ കണ്ടേക്കുന്നവർക്കൊക്കെ അറിയാം, അതേ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന അതിന് മുകളിലേക്ക് പോകുന്ന പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്നത്. ശരത് കുമാറിൻ്റെ മികച്ച ഒരു ക്യാരക്ടർ തന്നെയാണ്. ഗംഭീര ഫൺ എലമെൻറ്റുമായിട്ട് അദ്ദേഹം ഒരു മാറിയ ഒരു രീതിയിലേക്ക് വരുന്നു. മമിത കിടുക്കിയിട്ടുണ്ട്. മലയാളത്തിൻ്റെ മമിത തമിഴിലും അരങ്ങ് തകർക്കുന്നു എന്ന് തന്നെ പറയാം. പലപ്പോഴും ഇതിൻ്റെ സ്റ്റോറിക്ക് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായി പറയുന്നത്. പലർക്കും അതങ്ങ് ഫുള്ളി റിലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ലോജിക് ഇല്ലാതെ ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ അത് ഗംഭീരം എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ ഗംഭീരമെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇവരുടെ എമോഷണൽ ഫീലിങ്സും ടച്ചും എല്ലാം അതിഗംഭീരമായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. അതായത് അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്പർ 1 എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന റിവ്യൂസും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് അടിപൊളി ഗംഭീരം എന്നുള്ളതും സെക്കൻഡ് ഹാഫിൽ ഡയറക്ടറിന് അത്ര ഗംഭീരമാക്കാൻ കഴിഞ്ഞില്ല, ക്ലൈമാക്സ് ആണ് പ്രശ്നം എന്നുള്ളതും അതുകൂടാതെ ചെറിയ രീതിയിലുള്ള വീക്ക്നെസ് ഇൻ റൈറ്റിങ്ങും ഒക്കെയാണ്. അത് മാത്രമാണ് സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഏറ്റവും ഹെവി പോസിറ്റീവ് പ്രദീപിൻ്റെ അഭിനയവും അതേപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സും മികച്ച രീതിയിൽ തന്നെ എത്തിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ടോട്ടലി ഒരു ആവറേജ് മൂവി എന്നുള്ളതാണ് പുറത്തു നിന്ന് വരുന്നതെങ്കിൽ കേരളത്തിൽ എബോവ് ആവറേജ് എന്നുള്ള ഒരു റിവ്യൂസുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് റിലീസായ അടുത്ത ചിത്രമാണ് ബൈസൺ കാലമാടൻ എന്നുള്ളത്. ഈ ഒരു ചിത്രത്തിൻ്റെ പ്രധാന കഥാപാത്രം ധ്രുവ് വിക്രമാണ്. ഇതുകൂടാതെ ലീഡ് റോളിലുള്ളത് നമുക്ക് പശുപതി, അമീർ, ലാൽ, അനുപമ പരമേശ്വരൻ, രജീഷ വിജയൻ അങ്ങനെ തുടങ്ങുന്ന നല്ല ഒരു താരനിരയുമാണ്. മാരി സെൽവരാജാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമ മികച്ച രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയുടെ ആദ്യ റിവ്യൂവിലേക്ക് കടക്കുകയാണെങ്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എടുത്തു നോക്കാം. ധ്രുവ് വിക്രത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ് അബ്സല്യൂട്ട്ലി ഫാൻറ്റാസ്റ്റിക് എന്നാണ് പറയുന്നത്. അതുകൂടാതെ പശുപതിയുടെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് എന്നുള്ളതും രജീഷ വിജയൻ്റെ ഗംഭീര പെർഫോമൻസുമാണ് ഹൈ ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ. സോങ്സും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം തന്നെ ഗംഭീരം എന്നുള്ളത് തന്നെ വന്നിരിക്കുന്നു. സ്റ്റോറി കബഡിയെ ബേസ് ചെയ്തിട്ട് തന്നെ വരുന്നു. ഒരു സ്പോർട്സ് ഡ്രാമ എന്നുള്ള ലെവലിൽ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. ഇതിനകത്തിൽ ഒരു റിയൽ ടൈം അല്ലെങ്കിൽ റിയൽ ലൈഫ് ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഇത് സിനിമ കാണിച്ചിരിക്കുന്നതും. അനുപമ പരമേശ്വരൻ വളരെ കുറച്ചായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളിലുള്ളെങ്കിലും ശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ പോകുന്നു. പശുപതിയുടെയും ധ്രുവ് വിക്രത്തിൻ്റെയും ക്യാരക്ടേഴ്സ് ഒരു സ്ട്രോങ് ഡെപ്ത് ക്യാരക്ടേഴ്സായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയുന്നത് ധ്രുവ് വിക്രത്തിൻ്റെ എഫേർട്ട് തന്നെയാണ് ഈ ഒരു സിനിമയിലേക്ക് മാറാനുള്ള. അതിൽ ഓരോ മൂവ്മെൻറ്റിലും അത്രത്തോളം മികച്ച രീതിയിലുള്ള ആ ഒരു കഥാപാത്രത്തിനോട് നീതീകരിക്കുന്ന ലെവലിലുള്ള എഫേർട്ട് അദ്ദേഹത്തിനുണ്ട്. അത് സ്ക്രീനിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സിനിമയ്ക്ക് ഏറ്റവും ഹൈലൈറ്റ് ഉള്ളത്. ഇനി നെഗറ്റീവ്സായി പറഞ്ഞിരിക്കുന്നത് ലവ് സീൻസ് ഒന്നും അത്ര ഗംഭീരമായിട്ട് ക്ലിക്കായിട്ടില്ല. അമീർസ് ക്യാരക്ടറും അത്ര ഗംഭീരമായിട്ട് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പവർഫുൾ ആയിട്ട് വന്നിട്ടില്ല. ഇൻ്റർവൽ പോർഷനും അത്ര അങ്ങ് ഗംഭീരമല്ലെങ്കിലും ഓക്കെ എന്നുള്ളതാണ് ചിലർ പറയുന്നതും. എന്താണേലും നമുക്കിവിടെ പറയാനുള്ളത് ധ്രുവ് വിക്രത്തിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കബഡി പോർഷൻസും അതിന് വേണ്ടി
കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അതിഗംഭീരം എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ കുറച്ച് സീക്വൻസൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ ഉണ്ട്, അത് ഗംഭീരം എന്നുള്ളത് തന്നെയാണ് ഓവറോളായിട്ട് പറയുന്നത്. സിനിമയ്ക്ക് എന്തായാലും എല്ലായിടങ്ങളിലും ഏകദേശം ലഭിച്ചിരിക്കുന്നത് ഒരു എബോവ് ആവറേജ് എന്നുള്ള ഒരു വേർഷൻ തന്നെയാണ്. അതായത് കൊള്ളാം എന്നുള്ളതാണ്. അത് മാരി സെൽവരാജിൻ്റെ ഒരു മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയ്ക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെയൊരു പാഷൻ ഉള്ളവർ അങ്ങനെ കയറി പോകുമെന്നുള്ളത് തന്നെ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാണ് ബൈസൻ്റെ തീമും അങ്ങനെ തന്നെ കയറി പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് തമിഴ്നാട്ടിലും അതേപോലെ തന്നെ വേൾഡ് വൈഡ് ആയിട്ടും ഒക്കെ വരുന്നിരിക്കുന്നത്. എന്താണേലും ഈ ഒരു ഇതിൻ്റെ എമോഷണൽ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ട് ആകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഇൻ്റർവെൽ പഞ്ച് കൊള്ളാമെന്നുള്ളതും മറ്റ് അഭിപ്രായങ്ങളൊക്കെ ആയിട്ടാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഇന്ന് റിലീസായിരിക്കുന്ന അടുത്ത ചിത്രമാണ് ഡീസൽ. ഡീസൽ ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ എന്നുള്ള ഗണത്തിൽ വരുന്ന ചിത്രമാണ്. മികച്ച രീതിയിലുള്ള ഒരു വലിയ താരനിരയോട് കൂടിയുള്ള ചിത്രം തന്നെയാണ് ഈ ഒരു സിനിമ. അതുല്യ രവിയും ഹരീഷ് കല്യാണുമാണ് ഇതിനകത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ. അതുകൂടാതെ അതിഗംഭീരമായിട്ടുള്ള ഒരു താരനിരയും ഈ സിനിമയ്ക്കുണ്ട്. സായ് കുമാർ, അനന്യ, അങ്ങനെ തുടങ്ങുന്നു. അതിഗംഭീരമായിട്ടുള്ള വിവേക്, അതേപോലെ സച്ചിൻ തുടങ്ങിയ ഒരുപാട് പേർ ഈ ഒരു ഇതിനകത്തിൽ ഉണ്ട് എന്നുള്ള, അപൂർവ സിംഗ്, അങ്ങനെ വലിയ ഒരു താരനിര തന്നെയാണ്. ഇവിടെ ഈ ഒരു സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ഡീസൻറ്റ് മൂവി എന്നുള്ളത് തന്നെയാണ്. അതിന് മികച്ച രീതിയിൽ തന്നെ ഇതിനെ ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നു. ഒരു നമുക്ക് കൃത്യമായി പറയുകയാണെങ്കിൽ അതിനൊരു മെസ്സേജ് ഉള്ള ഒരു മൂവി എന്നുള്ളത് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഡീസൽ മാഫിയയും പോലീസ് നോർത്ത് ചെന്നൈ, വട ചെന്നൈയിലേക്ക് ആ ഒരു റേഞ്ചിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ നാഷണൽ എനർജി റിസോഴ്സ് മാനിപ്പുലേഷൻ ആ ഒരു രീതിയിലേക്കുള്ള കാര്യങ്ങളാണ്. സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. സെക്കൻഡ് ഹാഫും അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു. ഇതിനിടയിൽ ചില കല്ലുകടികൾ പോലെ ഒരു ലവ് സോങ്ങും അല്ലെങ്കിൽ ലവ് സീക്വൻസ് ഉണ്ട്. അത് ആവശ്യമില്ലാത്തൊരു സംഭവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പുറത്തു വരുന്നത്. അത് ഒട്ടും തന്നെ സിനിമയ്ക്ക് ചേരുന്നതല്ല. അതില്ലെങ്കിൽ പോലും സിനിമയ്ക്ക് പ്രശ്നങ്ങളല്ല എന്നുള്ളതാണ്. എന്താണ് ഒരു ആക്ഷൻ രംഗങ്ങളും അങ്ങനെ അതേപോലെ തന്നെ ട്വിസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് വരുമ്പോൾ അതിഗംഭീരമായിട്ട് തന്നെ പോകുന്നു. എന്തായാലും ഒരു സ്റ്റോറിക്ക് ഇവിടെ വലിയൊരു റിലവൻസ് ഇവർ തന്നെ പറയുന്നു. അതായത് നമ്മൾ പണ്ട് ഏകലവ്യൻ അങ്ങനെയുള്ള സിനിമയൊക്കെ കാണുമ്പോഴുള്ള ഒരു ഫീലാണ് ഇന്ന് തമിഴിൽ നിന്നുള്ള കൂടുതൽ റിവ്യൂലും വരുന്നത്. അതായത് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സമീപകാലങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു വലിയൊരു ഇഷ്യൂവിനെ കുറിച്ചുമൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ചിത്രം എന്നുള്ളത് തന്നെയാണ്. എന്താണെങ്കിലും ഈ ഒരു സിനിമയുടെ നെഗറ്റീവായിട്ട് പറയുന്നത് ക്ലൈമാക്സ് പെട്ടെന്ന് തീർന്നു പോയതുപോലെ ഒരു കാര്യവും അതേപോലെ ഇതിൻ്റെ സോങ് സീക്വൻസുമാണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതും സെക്കൻഡ് ഹാഫ് നല്ല ഗംഭീര പേസിലേക്ക് പോകുന്നു. അതിനിടയിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു കല്ലുകടികൾ എടുത്തു കളഞ്ഞാൽ സംഭവമായിരുന്നു എന്നുള്ളതാണ്. ഡബ്ബിംഗ് ആണ് മറ്റൊരു ഇഷ്യൂ ആയിട്ട് പറയുന്നത്. പലരുടെയും ലിപ് സിങ്കിങ് കറക്റ്റ് അല്ല എന്നുള്ളത് തന്നെയാണ് കൂടുതലുമായിട്ടുള്ള അഭിപ്രായങ്ങൾ വരുന്നത്. പക്ഷേ സിനിമ ഓവറോൾ ഒരു ഗംഭീര സിനിമ എന്നുള്ളതിന് ട്രാൻസിഷൻ സക്സസ്ഫുള്ളി ആസ് എ മാസ് ഹീറോ, ആക്ഷൻ ഹീറോ എന്നുള്ളതാണ് നായകനെ കുറിച്ച് ഉള്ള അഭിപ്രായങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സേഫ് സോൺ വിട്ടിറങ്ങി ആക്ഷൻ ഹീറോയിലേക്ക് ഇറങ്ങുമ്പോൾ അത് ഗംഭീരമായി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന അഭിപ്രായം. എന്തായാലും സപ്പോർട്ടിംഗ് ആക്ടേഴ്സും എല്ലാം തന്നെ മികച്ച ഒരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു വർക്കിലേക്ക് തന്നെ പറയുന്നു. അതേപോലെ തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ് ഇതിനകത്തിലുണ്ട്. ഗംഭീരമായിട്ട് തന്നെ ഒരു നമ്മളെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്താണേലും തമിഴിൽ നിന്നുള്ള ആദ്യ റിവ്യൂകളിൽ കിട്ടുന്നത് സിനിമ ഡീസൻറ്റ് മൂവി എന്നുള്ളത് തന്നെയാണ്. അതായത് ആവറേജ് എബോവ് ആവറേജ് റേഞ്ചിൽ തന്നെ നിൽക്കുകയാണ്. 3 സിനിമകളിൽ ഏതാണ് ഈ ഒരു ദീപാവലിക്ക് ആളിക്കത്താൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്തായാലും നിങ്ങൾ ഈ സിനിമ ഏതെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായി പറയാം. നമ്മൾ കൂടുതൽ മലയാളികൾ ഇതിനകത്തിൽ കണ്ടിരിക്കുന്നത് ഡ്യൂഡ് ആണെന്ന് തന്നെയാണ് കൂടുതൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡീസൽ അധികം ആരും കണ്ടതായിട്ടുള്ള റിവ്യൂസോ റിപ്പോർട്ട്സുകളോ ഒന്നും തന്നെ വരുന്നുമില്ല. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്. അപ്പോൾ ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും മറക്കരുത്.